ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് വേണ്ടി അവനെല്ലാം സഹിച്ചു. നിന്നെയും അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? ഇനി അവനെ ഒറ്റയ്ക്കാക്കരുത്. ഇന്നു മുതൽ നിങ്ങൾ ഒരു മുറിയിൽ വേണം ഉറങ്ങാൻ. അമ്മ എന്നും പ്രാർത്ഥിച്ചിരുന്നത് അതിനു വേണ്ടിയാ. ആഹാ, കുളി കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ ക്ഷീണമൊക്കെ മാറിയല്ലോ. അല്ലല്ലോ ഈ ആശുപത്രിയിൽ ഒന്ന് കയറി കഴിഞ്ഞാ പിന്നെ മനുഷ്യൻ വല്ലാത്തൊരു കോലായിപ്പോ. ദാ ഈ ചായ കുടിക്ക്. ഈ പൊട്ട് മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇവിടെ വേറെ കുറച്ച് ചെറിയ പൊട്ടുകൾ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പൊ കാണുന്നില്ല. മോക്കല്ലെങ്കിലും എന്നും ചെറിയ പൊട്ടുകളോടായിരുന്നല്ലോ ഇഷ്ടം. മോൾക്ക് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് അമ്മ മോളെ കാണാൻ വന്നത്? കറുത്ത നിറമുള്ള ചെറിയ പൊട്ടുകളുള്ള ഒരു വെളുത്ത പാവാടയും ബ്ലൗസും ആയിരുന്നു അന്ന് മോളിട്ടിരുന്നത്. അതിന് ചേരുന്ന ഒരു ചെറിയ കറുത്ത പൊട്ട് നെറ്റിയിലുണ്ടായിരുന്നു. ഞാനതൊന്നും ഓർക്കുന്നില്ല. അമ്മ ഇപ്പോഴും ആ പാവാടയും ബ്ലൗസും പൊട്ടും ഒക്കെ ഓർത്തിരിക്കുവാണോ? ഞാനതൊക്കെ എന്നേ മറന്നു. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഈ വീട്ടിലെ എന്ത് കാര്യം ഓർമ്മയുള്ളത്? പക്ഷേ ഇവളുടെയും ഗോകുലിന്റെയും എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഗൗരിമോളുടെ ജനനത്തോടു കൂടിയല്ലേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. ശരിക്കും എന്താ സംഭവിച്ചേ? ഗൗരിമോളുടെ ഡെലിവറി എനിക്ക് അത്രയ്ക്ക് ക്രിട്ടിക്കലായിരുന്നു. ആണോന്നോ? ഗൗരിമോളെ പ്രഗ്നന്റ് ആയത് മുതൽ പ്രശ്നങ്ങളായിരുന്നു. ഗർഭിണിയായതിന്റെ പിറ്റേ ആഴ്ച മുതല് ഛർദില് തുടങ്ങി. ഒരു തരി ആഹാരം വായിലേക്ക് കൊണ്ടുചെല്ലാൻ പറ്റില്ല. അപ്പൊ തന്നെ അത് ഛർദിക്കും. പിന്നെ തലകറക്കം, ക്ഷീണം, ഹോർമോണിന്റെ പ്രശ്നങ്ങൾ, അതും കൂടാതെ പേടി, എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെല്ലാം നീ വട്ടം കറക്കി കളഞ്ഞു. ഇതൊക്കെ ശരിക്കും ഉണ്ടായതാണോ? അത് കൊള്ളാം. ഒന്നും ഓർമ്മയില്ലല്ലേ? ഓവർ ടെൻഷനും ഉറക്കമില്ലായ്മയും ശ്വാസമുട്ടലും പ്രസവ സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ആകെ പേടിച്ചുപോയി. കുഞ്ഞ് ജനിച്ച ശേഷം കുറച്ചു നാൾ വരെ അതിന്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് മാറി. പഴയ സന്തോഷങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോ ഞാൻ മുമ്പ് ഡിപ്രഷനുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ കുറച്ചു നാള് ഡോക്ടർ എന്ന മരുന്ന് കഴിച്ചിരുന്നു. മോളുടെ കളിയും ചിരിയൊക്കെയാ നിന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അവള് വളർന്നതോടെ നിന്റെ എല്ലാ അസുഖവും മാറി. കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട. എന്റെ മോളും ഗോകുലും ഞങ്ങളുടെ സന്തോഷവും മാത്രം മതി എനിക്ക്. ഇപ്പോഴാ അമ്മയ്ക്ക് സമാധാനായത്. മോൾ ഇതൊന്നും ഇനി ഓർക്കണ്ട. ഇനി എല്ലാ അർത്ഥത്തിലും മോള് ഗോകുലിന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം. അമ്മ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, അമ്മ പറയുന്ന എന്താന്ന് വെച്ചാലേ. നീ മിണ്ടാതിരിക്കടി. ഞാനെല്ലാം മോളോട് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോളാം. മോളെ, കുറച്ചു നാളായിട്ട് ഈ തലവേദന തുടങ്ങിയത് മുതല് നിന്നെയും മോളെയും ശല്യപ്പെടുത്താതെ എന്റെ മോൻ അവന്റെ മുറിയിലാ ഉറങ്ങിയിരുന്നത്. ഗോകുലിന് അത് വലിയ സങ്കടമായിരുന്നു. എന്നാലും നിനക്ക് വേണ്ടി അവനെല്ലാം സഹിച്ചു. നിന്നെയും അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? ഇനി അവനെ ഒറ്റയ്ക്കാക്കരുത്. ഇന്നു മുതൽ നിങ്ങൾ ഒരു മുറിയിൽ വേണം ഉറങ്ങാൻ. അമ്മ എന്നും പ്രാർത്ഥിച്ചിരുന്നത് അതിനു വേണ്ടിയാ. അർച്ചനെ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എനിക്കത് ഉറപ്പാ. നിന്റെ കഴുത്തില് ഞാൻ കെട്ടി താലി ഉള്ളിടത്തോളം കാലം നിനക്ക് എന്റെ അരികിലേക്ക് മടങ്ങി വന്നേ പറ്റൂ.
എനിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് ദൈവത്തിന് ഒരു ദിവസം മനസ്സിലാവും. അന്ന് ദൈവം നമ്മളെ വീണ്ടും ഒരുമിപ്പിക്കും. അതില് എനിക്കൊരു സംശയവുമില്ല. ഞാൻ തന്റെ കഴുത്ത് കിട്ടിയ താലി അത് വെറും ഒരു സ്വർണമല്ല, എന്റെ പ്രാണന. ഗോകുല് മോളുടെ കഴുത്തി കെട്ടിയ ഈ താലി കണ്ടോ? അവനും ഞാനും കൂടി പോയിട്ടാ ഈ താലിയും മാലയും സെലക്ട് ചെയ്തത്. ആദ്യം ഞാൻ സെലക്ട് ചെയ്തത് വേറൊന്നായിരുന്നു. പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടത് ഈ താലിമാലയെ. അവൻ ഇത് തന്നെ വേണമെന്ന് വാശി പിടിച്ചു. ഈ താലി നിന്റെ കഴുത്തിൽ അണിയിക്കുമ്പോ അവന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. ആ സന്തോഷം ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്നു മുതൽ അതൊക്കെ ഉണ്ടാവും. കഴിഞ്ഞതെല്ലാം അങ്ങോട്ട് കളഞ്ഞേക്കണം. ഇതൊരു പുതിയ ജീവിതമാണെന്ന് വിചാരിച്ചാ മതി. ഇതെന്തിനാ ഹർഷൻ ഡോക്ടർ ഈ സമയത്ത് വിളിക്കുന്നത്? എനിക്കാണെങ്കിൽ ഓട്ടം പോവാൻ ഒരു മൂടുമില്ല. ഹലോ ഡോക്ടറെ. അമ്മ പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്റെ അമ്മയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ലോകത്ത് ആർക്കും ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മ പറഞ്ഞതെല്ലാം വിശ്വസിച്ച പാവം പോയിരിക്കുന്നത്. എന്തായാലും ഗോകുലിന്റെ കാര്യം സെറ്റായി. കുടുംബത്തെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് ഇതുപോലെ പലതും ചെയ്യേണ്ടി വരും. ഇനി അവള് പഴയതൊന്നും ഓർക്കാതിരുന്നാ മതിയായിരുന്നു. ഒരിക്കലും ഓർക്കില്ല. അത് മാത്രല്ല, ഭൂതകാലത്തിന്റെ ഒരു നിഴല് പോലും ഇനി അവളിലേക്ക് തിരിച്ചു വരില്ല.